Holy Ruah, the dew of Holy Ruah, the mist of Holy Ruah, the mist of Holy Ruah, the fog of Holy Ruah, the fog of Holy Ruah, the snow of Holy Ruah, the snow of Holy Ruah, the snowstorm of the Holy Ruah, the snowstorm of the Holy Ruah. Rain the Holy Ruach, Lord, rain forevermore. ഇന്ന് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ റുഹ തമ്പുരാന്റെ ഔദാര്യം എന്ന ഫലത്തെക്കുറിച്ചാണ്. ജനറോസിറ്റി. ഈ ജനറോസിറ്റി പറയുമ്പോൾ തന്നെ എനിക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ ഒരു വലിയ ഹൃദയം ഓർമ്മ വരാം. ജനറസ് ആയിട്ടുള്ള ഹാർട്ട്, എല്ലാം തരാൻ. സെയിന്റ് ജോൺ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ അത്രയധികം നമുക്ക് തരാൻ വേണ്ടി അത്രയും വലിയൊരു ജനറസ് ഹാർട്ടുള്ള അബ്ബാ ഫാദർ. അപ്പൊ ഈ ജനറോസിറ്റി എന്ന ഫലം നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഔദാര്യം എന്ന പുണ്യം അതൊരു വലിയ പുണ്യം തന്നെയാണ്. എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, 2 പേര്, ഒരു അപ്പനും ഒരു മകനും മീൻ പിടിക്കാനായിട്ട് പോയി. അപ്പോൾ ആദ്യം ഈ അപ്പൻ മീൻ പിടിച്ചു കൊടുത്തു ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്. പിന്നെ വളരുന്നതിനനുസരിച്ച്, ഈ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ചൂണ്ട കയ്യിൽ കൊടുത്തു. അങ്ങനെ പരിശീലിപ്പിച്ച് പ്രാപ്തനാക്കി മാറ്റി. ഒരു നല്ല മീൻ പിടിക്കാൻ, എങ്ങനെയാണ് നന്നായി മീൻ പിടിക്കാൻ ആ അപ്പം പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും ഇതുപോലെയാണ്. നമുക്ക് ആദ്യം തന്നെ മീനൊക്കെ തരും, കുഞ്ഞു കുഞ്ഞു മീനുകൾ. പിന്നെ ചൂണ്ട കയ്യിൽ തരും, ഇങ്ങനെയാ മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. പിന്നെ നമ്മെ പരിശീലിപ്പിക്കും. അങ്ങനെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും. അതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആ ഒരു പരിധി. അല്ലെങ്കിൽ സ്നേഹം അങ്ങനെ അങ്ങോട്ട് നീണ്ട് എന്നെയും കൂടി പ്രാപ്തനാക്കുന്ന തരത്തിൽ. ഈ ജനറോസിറ്റി എന്ന ഫലം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ വളർത്തിക്കൊണ്ടുവരാനും, അവരെ എപ്പോഴും ഇങ്ങനെ സോപ്പിട്ട് നടക്കലല്ല, എപ്പോഴും ഒരാൾക്ക് ടെൻഡർ ലവ് മാത്രം കൊടുക്കുന്നതല്ല യഥാർത്ഥമായ സ്നേഹം. അവരെ വളർത്തണം. എൻ്റെ ഉള്ളിൽ കഴിവുകൾ ഉപയോഗിച്ച്, എൻ്റെ ഉള്ളിലുള്ള നന്മകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെയും കൂടി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പരിശീലിപ്പിക്കുന്നുണ്ടോ? അതൊരു ജനറസ് ഹാർട്ടിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. പിന്നെ ഈശോ പറഞ്ഞു, എല്ലാം കൊടുക്കുക, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. അതൊരു വേറൊരു ജനറോസിറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ കയ്യിൽ ഒന്നും പിടിച്ചു വെക്കാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെ സ്വന്തമെന്ന് പറയാതെ ഞാൻ ഒരാൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഇതൊക്കെ ഈ ജനറോസിറ്റി എന്ന ഫ്രൂട്ടിൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എല്ലാം മറന്ന് സ്നേഹിക്കാനും, എല്ലാം കൊടുക്കാനും, ഒന്നും സ്വന്തമായിട്ട് പിടിച്ചു വെക്കാതിരിക്കാനും, എല്ലാവർക്കും എല്ലാം വേണമെന്ന് ആഗ്രഹിക്കാനും, ഒരാൾക്ക് എന്തെങ്കിലും വേദന വരുമ്പോൾ കരയാനും, മറ്റുള്ളവരുടെ കുറവുകൾ നോക്കിയിട്ട് എനിക്കും അതിൽ പരിതപിക്കാനുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ഈ ജനറോസിറ്റി എന്ന ഫ്രൂട്ട് ഉള്ളിൽ വളരണം. അപ്പോൾ ഓരോ നിമിഷവും ഇഷ്ടംപോലെ സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് ചുറ്റിലും. ഇന്ന കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം കൈ മറന്ന് സഹായിക്കാൻ കുറേ അവസരങ്ങൾ കിട്ടും. ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, ഓരോ സമയത്തും എങ്ങനെ ഞാൻ ഇത് വളർത്തിക്കൊണ്ടുവരുന്നു, എൻ്റെ ഉള്ളിലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ജനറോസിറ്റി ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓരോ സമയത്തും ചുറ്റുമുള്ളവരിലും, നമുക്ക് മുൻപിൽ കാണുന്നവരിലും, ആവശ്യക്കാരിലും ഒക്കെ ഈ ജനറോസിറ്റിയുടെ വേറൊരു സൈഡാണ് പ്രാർത്ഥന. നമ്മളറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും, ഇൻറ്റർസെസറി പ്രെയർ. ഇതാണ് ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അതും പ്രാർത്ഥന തന്നെയാണ്. ഈ ജനറോസിറ്റി എന്ന ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന എത്രമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സിറ്റുവേഷനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവമേ അനുഗ്രഹിക്കണമേ, ആളെ സംരക്ഷിക്കണമേ. ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? അതൊരു ജനറോസിറ്റി എന്ന ഫ്രൂട്ടിൻ്റെ ഒരു വശമാണ്.
അപ്പോൾ ഓരോ സമയത്തും എത്രമാത്രം നമ്മൾ അതർ സെൻറ്റേഡ് ആകുന്നു, പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുന്നു, അതിനനുസരിച്ച് ദൈവസ്നേഹവും കൂടി വരും. ദൈവസ്നേഹവും പരസ്നേഹവും രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുക, അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ചേ പോകും. അപ്പം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യും. പരസ്നേഹം ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവസ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു ജനറോസിറ്റി എന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ ഔദാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഫലം ഔദാര്യം, അതിൽ കൂടുതൽ വളരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ എത്രമാത്രം കൊടുക്കുന്നോ അത്രയധികം സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറയും. ആക്ച്വലി നമ്മൾ കൊടുക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് തരാം. നമ്മൾ എടുത്തു വെക്കുമ്പോഴല്ല നമുക്ക് സന്തോഷം തരാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ എപ്പോഴാണ് എനിക്ക് യഥാർത്ഥ സന്തോഷം തരാം. ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്ത് അവസാനം ഈശോയെ പോലെ എല്ലാം കൊടുത്ത് ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലെ കുരിശിൽ സമർപ്പിച്ചതുപോലെ എല്ലാം കൊടുത്ത് മരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മരണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വളരാൻ, ആ ഒരു ലെവലിലേക്ക് ഉയരാൻ, അതിൽ ജനറോസിറ്റി എന്ന ഫ്രൂട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. അതിനായി പരിശുദ്ധ റൂഹ തമ്പുരാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. Rain the holy Ruach Lord, rain forevermore. The dew of holy Ruach, the dew of holy Ruach, the mist of holy Ruach, the mist of holy Ruach, the fog of holy Ruach, the fog of holy Ruach, the snow of holy Ruach, the snow of holy Ruach, the snowstorm of the holy Ruach, the snowstorm of the holy Ruach. Rain the holy Ruach Lord, rain forevermore. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശ്വസ്തത എന്ന ഫലത്തിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് 12 ഫലങ്ങളാണ്. അതിലുള്ള ഒരു ഫലമാണ് വിശ്വസ്തത. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ജോലിക്കാരെയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയും, ഇന്ന ആൾക്ക് നല്ലൊരു വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്, അത് കാരണം കൊണ്ട് എനിക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രസ്റ്റ് വരണേ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ വിശ്വസിക്കണമെങ്കിൽ ആ ആൾക്ക് നമ്മുടെ അടുത്തൊരു വിശ്വസ്തത ആൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ട്രസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ട്രസ്റ്റ് വരും. ആ ആൾ എന്തിനും ഏതിനും നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഈ ഫലം ആയ വിശ്വസ്തത, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് വിശ്വസ്തത. എത്രത്തോളം നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നിറയുന്നു അത്രത്തോളം നമുക്ക് വിശ്വസ്തത കർത്താവിനോട് നമ്മൾ കാണിക്കാൻ തുടങ്ങും. ദാനിയേലിന്റെ പുസ്തകത്തിൽ അവന്റെ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിട്ടുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ അവന് 3-ാം ഭരണാധികാരി എന്നുള്ള സ്ഥാനം വരെ കിട്ടിയെങ്കിലും ആ രാജകൊട്ടാരത്തിലെ എല്ലാ കടമകളും അവൻ വിശ്വസ്തയോടെ നിറവേറ്റിയതിനാൽ രാജാവിന് അവനെ മാറ്റണമെന്നില്ല. രാജാവിന് അവൻ്റെ മേൽ ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അസൂയ കൊണ്ട് കുറച്ച് പേരുണ്ടായിരുന്നു ചുറ്റിനും. അവർക്ക് ഈ ദാനിയേലിനെ മാറ്റണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കി നടന്നപ്പോൾ ആകെ ദൈവത്തിനെ അവൻ സേവിക്കുന്നു, സർവശക്തനായ ദൈവത്തിനെ അവൻ സേവിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനെ അവൻ സേവിക്കുന്നു എന്നുള്ള കുറ്റം മാത്രമാണ് ദാനിയേലിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചത്. പക്ഷെ ഇവൻ്റെ ട്രസ്റ്റ് വർത്തിനെസ് കാരണം കൊണ്ട് അതും പൊളിക്കാൻ ഇവർക്ക് പറ്റിയില്ല. ദാനിയേലിന്റെ പുസ്തകം വായിച്ചാൽ അറിയാം, സിംഹക്കുഴിയിൽ കൊണ്ടിടുന്നു. പിറ്റേ ദിവസം രാജാവിന് അനുതാപം വന്ന് രാജാവ് ചെന്ന് നോക്കുമ്പോൾ അവന് സിംഹങ്ങൾ തൊട്ടില്ല. ഈ വിശ്വസ്തത ഒരു മനുഷ്യനുള്ളത് കൊണ്ട് ദൈവം പോലും വിശ്വസ്തത കാണിക്കും. നമ്മുടെ ആപത്ത് സന്ധികളിൽ, നമ്മുടെ ഒരു തകർച്ചയുടെ സമയത്ത്, ആ സമയത്ത് പോലും നമ്മൾ വിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ദൈവം അവിടെ ഇടപെടും. ഒരുപാട് പഴയ നിയമത്തിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. 7 മക്കളും ഒരമ്മയുടെ ഒരു ഉദാഹരണം ഉണ്ട്. എന്ത് വന്നാലും പന്നി ഇറച്ചി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിന്നൊരു അമ്മ ആ മക്കളെ ഓരോന്നായിട്ട് കൊല്ലുമ്പോഴും താൻ ദൈവത്തിൽ അർപ്പിച്ചൊരു വിശ്വസ്തത, എനിക്ക് ജീവൻ തന്ന, എനിക്ക് ശ്വാസം തന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ മേലുള്ള ആ ഒരു വിശ്വസ്തത, ആ ഒരു വിശ്വാസം കൈവിടാൻ ഇവർക്ക് ആർക്കും പറ്റില്ല. നമുക്ക് കാണാൻ സാധിക്കും ഈ ആദിമ ക്രൈസ്തവ സമൂഹം, നമ്മളിപ്പോഴും പറയും നമ്മുടെ
ക്രിസ്ത്യാനിറ്റി ഈ വിശ്വാസത്തിൻ്റെ ചൂടിൽ, വിശ്വാസത്തിൻ്റെ ചോരയിലാണ് വളർന്നു വന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ചുടുനിണത്തിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും പരിത്യജിച്ച കുറേ വിശുദ്ധ ആത്മാക്കളെ നമുക്കറിയാം. ആ ഒരു വിശുദ്ധിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു രക്തചൊരിച്ചിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചിരിക്കണ ക്രിസ്ത്യാനിയായിട്ട്. ഇവൻ നമ്മുടെ തോമസ് ലീഹ ഇവിടെ വന്നെങ്കിലും ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇത്രയും നാൾ നീണ്ടു നിന്നൊരു വിശ്വാസം തന്നെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്ന ഈ ഒരു ഫലം അത് നമ്മൾ ചോദിച്ചു വാങ്ങണം പരിശുദ്ധാത്മാവിനോട്. നമ്മുടെ കൂദാശവചന പ്രാർത്ഥനയിൽ, റുഹാശന പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ചോദിച്ചു വേണം, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലെ വിശ്വസ്തത എന്ന ദാനം തരണമേ. ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ വിശ്വസ്തത തരണേ. നമ്മളൊരു കുടുംബ പ്രാർത്ഥനയ്ക്കായാലും ഇന്നൊരു സമയം വെക്കുമ്പോൾ അതിലെനിക്ക് വിശ്വസ്തത തരണമേ. അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോകും, അപ്പോൾ അതിലൊരു വിശ്വസ്തത തരണേ. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ, പിള്ളേരിപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോപ്പി അടിക്കുക എന്നൊരു കാര്യം. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസ്തത കാണിക്കും, ഞാൻ കോപ്പി അടിക്കില്ല. പരിശുദ്ധാത്മാവോട് ചോദിച്ചു വാങ്ങണം, പരിശുദ്ധാത്മാവേ എനിക്ക് വിശ്വസ്തത എന്നുള്ള ഈ ദാനം വേണം, എനിക്ക് അങ്ങയോട് വിശ്വസ്തത കാണിക്കണം. കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള പ്രമാണത്തിന് എതിരായിട്ടുള്ള ലംഘനമാണ് ഈ കോപ്പി അടിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലം, വിശ്വസ്തത എന്നുള്ള ഫലം നിറയുമ്പോൾ ഈ ഒരു കള്ളത്തരം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനോട് വിശ്വസ്തത കാണിച്ച് വരുമ്പോൾ ബാക്കി എല്ലാ മനുഷ്യരോടും നമുക്ക് വിശ്വസ്തമായിട്ട് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ബാക്കിയുള്ളവർക്കൊരു ട്രസ്റ്റ് വരും നമ്മുടെ മേൽ. ആ ഒരു ഫലം നമ്മുടെ ഉള്ളിൽ വളരാനും അത് ദൈവത്തിനായിട്ട് അതൊരു സാക്ഷിയായിട്ട് എന്നെ വിശ്വസിക്കാൻ കൊള്ളുമെന്ന് ബാക്കിയുള്ളവരെ നേരെ നോക്കി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഫലം വളർത്താൻ പറ്റുമ്പോഴാണ്. നമുക്ക് മാമോദീസായിൽ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫലത്തിൻ്റെ ഒരു തുമ്പ്. അത് നമ്മൾ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ കാണുമ്പോൾ ഈ വിശ്വസ്തത എന്ന വലിയൊരു ദാനം ആൾക്കാരെ നമ്മൾ നോക്കി പറയണോ, ഈ ക്രിസ്ത്യാനി വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ക്രിസ്തു വിശ്വസ്തനാണ്. അങ്ങനെ നമുക്ക് വലിയൊരു സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ. ഈ വിശ്വസ്ത എന്നുള്ള ഈ ദാനം വളർത്താൻ, ലോയൽറ്റി എന്നുള്ള വലിയൊരു ദാനം വളർത്താൻ, നമുക്ക് ഈ ഒരു ഫലം വളർത്താൻ നമുക്ക് സാധിക്കട്ടെ. ലോയൽറ്റി എന്ന ഫലം വളർത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഹോളി റുവാ ലോർഡ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാഴട്ടെ. ഹോളി റുവാ ലോർഡിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു അവസരമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലമായ വിശ്വസ്തത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Reign the Holy Ruach Lord, reign forevermore. Let you, Holy Ruach, let you, Holy Ruach, let you,